Hello, hi, assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്ന് കാണിക്കുന്നത് മാംഗോ സാഗോ ഖീറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് സാഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാബൂനരി ഒരു കപ്പ് എടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായി. എന്നിട്ട് ഒരു കുക്കറിൽ നമുക്കതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലൊന്ന് അടിച്ചെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ദെൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് 1 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ബോയിൽ ചെയ്യുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് പൊന്തി വന്നപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാട്ടോ. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാബൂനരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പാലൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ചതിനേക്കാളും നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് വേണ്ടത് മാംഗോ കട്ട് ചെയ്തതാണ്. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് പ്യൂരി ആക്കിയിട്ട് എടുക്കണം. വെള്ളം തീരെ ഒഴിക്കരുത്. ദെൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ പ്യൂരിയാക്കി വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിൽക്കും അതുപോലെ സാബൂനരിയും കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഒന്ന് ചൂടാറിയതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ദെൻ ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള മാംഗോയുടെ പ്യൂരി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മാംഗോസ് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മാംഗോ സാഗോ ഖീർ റെഡി ആവും. ദെൻ ഒരു 4 hours ഫ്രിഡ്ജിലൊന്ന് വെച്ചതിന് ശേഷം തണുപ്പിച്ചിട്ട് കഴിക്കാട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.